ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലാലേട്ടൻ ആരാധകരും മലയാള സിനിമാ പ്രേമികളും ഇന്ത്യൻ സിനിമാ പ്രേമികളും ഒന്നടങ്കം കാത്തിരുന്ന ചിത്രമാണ് ലാലേട്ടന്റെ പാനിന്ത്യൻ ചിത്രമായിട്ടുള്ള ബ്രഷഫ് എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് ഇന്ന് ചിത്രം ക്രിസ്മസ് ദിനമായിട്ടുള്ള ഇന്ന് വേൾഡ് വൈഡ് ആയിട്ട് തിയേറ്ററിലോട്ട് തിരിക്കുകയാണ്. ചിത്രത്തിന്റെ ആദ്യ ഷോ ഒക്കെ കഴിഞ്ഞിരിക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ ഫോട്ടോ നമ്മൾ പങ്കുവെക്കാമെന്ന് ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞതിന് ശേഷമുള്ള പ്രേക്ഷക പ്രതികരണങ്ങളെ കുറിച്ചാണ് വീഡിയോ. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഒരു പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ ഡ്രാമയായിട്ട് ഒരുക്കുന്ന ചിത്രമാണ് ബ്രഷഫ് എന്ന് പറയുന്ന സിനിമ. ബോക്സ് ഓഫീസിൽ വലിയ റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കുന്നുള്ള പ്രതീക്ഷ ചിത്രം ഇന്ന് തിയേറ്ററിലോട്ട് എത്തിയിരിക്കുകയാണ്. മോഹൻലാലിന്റെ ശക്തമായിട്ടുള്ള മാസ് പ്രകടനം തന്നെ വലിയൊരു ക്യാൻവാസിൽ കാണാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ചിത്രത്തിൽ ഒരു പീരിയോഡിക് കഥാപാത്രമായിട്ട് തന്നെ ലാലേട്ടൻ എത്തുന്നുണ്ട്. 2 കാലഘട്ടത്തിലായിട്ട് കഥ പറഞ്ഞു പോകുന്ന ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് കന്നഡയിലെ പ്രശസ്ത ഡയറക്ടറായിട്ടുള്ള നന്ദകിഷോറാണ്. അച്ഛൻ മകൻ ബന്ധത്തിന്റെ വൈകാരിക പശ്ചാത്തലത്തിൽ ആണ് ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. വിവിധ ഇന്ത്യൻ ഭാഷകളിൽ ഒരേ സമയം ചിത്രം റിലീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. VFXും ലോകോത്തര നിലവാരമുള്ള ആക്ഷൻ സീക്വൻസും കൊണ്ട് സമ്പന്നമായിട്ടുള്ള ചിത്രമാണ് ബ്രഷഫ്. പ്രമുഖ താരങ്ങൾക്കൊപ്പം തന്നെ സാങ്കേതിക രംഗത്തും പ്രഗത്ഭരായിട്ടുള്ളവർ തന്നെ ചിത്രത്തിൽ അണിയിരുന്നതുകൊണ്ട് തന്നെ മികച്ചൊരു സിനിമയായിട്ട് മാറുന്നു എന്നാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിയുമ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. തെലുങ്കിലെ പ്രശസ്ത നടൻ റോഷൻ മെക്കയാണ് ചിത്രത്തിൽ ലാലേട്ടന്റെ മകനായിട്ട് എത്തുന്നത്. ഇവരോടൊപ്പം തന്നെ ഷനായ കപൂർ, സഹറ എസ് ഖാൻ തുടങ്ങിയവർ നായിക കഥാപാത്രങ്ങളായിട്ട് എത്തുന്നുണ്ട്. അവിടെ പിന്നെ രാഗിണി ദ്വിവേദി, സമർജിത് രംഗേഷ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്ന ചിത്രം ABS സ്റ്റുഡിയോസിന്റെ ബാനറി അഭിഷേക് വ്യാസ്, വിശാൽ ഗുർഗാണി എന്നിവരും ബാലാജി ടെലിംസിന്റെ ബാനറി ഏക്ത കപൂറും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം കേരളത്തിൽ വിതരണത്തിൽ എത്തിച്ചിരിക്കുന്ന ആശീർവാദ് സിനിമാസാണ്. 200 കോടിയോളം ബഡ്ജറ്റിലെത്തിയ ചിത്രത്തിന് ആദ്യ ദിനം നല്ല ആദ്യ ഷോ കഴിയുമ്പോൾ നല്ലൊരു അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും കേരളത്തിൽ ചിത്രത്തിന് സമ്മിശ്ര അഭിപ്രായങ്ങളാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. ചിത്രത്തിന് നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കമന്റ്സ് റിവ്യൂസ് ഒക്കെ വരുന്നുണ്ട്. എന്തൊക്കെയാണ് ചിത്രം വലിയ വിജയങ്ങൾ സ്വന്തമാക്കുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു. 200 കോടിയോളം ബഡ്ജറ്റിലെത്തിയ ചിത്രം ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ചിത്രം വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കിയ ഒരു സക്സസ് എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അഡ്വാൻസ് ബുക്കിംഗ് ചിത്രത്തിന് വലിയ ചലനങ്ങളൊന്നും തന്നെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കുമെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ബ്രഷഫ് എന്ന് പറയുന്ന തെലുങ്ക് ചിത്രം നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ മലയാളം ഭാഷയിൽ അല്ലാണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.